എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ആരെ വേണേലും പങ്കെടുപ്പിച്ചോ. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതും ശരിയാണ്, കാത്തു സൂക്ഷിച്ചോ, അതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പം മൂല്യങ്ങൾ തിരിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന തിരിച്ചറിവ് പുള്ളിക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളി പോസ്റ്റ് ഇപ്പം മുക്കിയേക്കാണ്. ഫൈസൽ AK മലബാറിൻ്റെ പോസ്റ്റാണ്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ആളാണ്. അപ്പം ഇങ്ങനൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വരികയും അത് പെട്ടെന്ന് തന്നെ മുക്കപ്പെടുകയും മുക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മുക്കിയത്, എന്തുകൊണ്ടാണ് അത് ഇട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ചാനൽ ഈ വക സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരു ചാനലല്ല. നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്തിനു സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ 2-3 കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു വലിയ ഫോളോവർ അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കാണാറേ ഇല്ലെന്നല്ല, ഞാൻ ചില എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്, ചില ഭാഗങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. അതല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ 100 ദിവസം ആ പരിപാടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് സീസണും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആദില നൂറ എന്ന് പറയുന്ന ഈ 2 വ്യക്തികളുടെ ഫോളോവർ അല്ല, ഇവരെ ഒപ്പോസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ LGBTQI+Q+A കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോളോവറോ അല്ലെങ്കിൽ അവരെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. പിന്നെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് ഈ ബിഗ് ബോസിലെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കാണുകയും ചില എപ്പിസോഡ്സൊക്കെ നമ്മളല്ലാണ്ട് TV-യിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിൽ അന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റ് ഇവരോട് ചോദിച്ചൊരു സംഭവം അക്ബറിനോടാണ് പറയുന്നത്, കൂടെയുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റിനോട്, നിൻ്റെയൊന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവരെന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് പിന്നെ ഭയങ്കരമായിട്ട് കേരളത്തിൽ വിവാദമാവുകയും പിന്നെ ലാലേട്ടൻ പോലും ഇവരെ നെഞ്ചോട് ചേർത്തിട്ട് ഞാൻ ഇവരെ എൻ്റെ വീട്ടിൽ കയറ്റും എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതൊക്കെ ഭയങ്കര മാസമായിരുന്നു. അതൊക്കെ കണ്ടന്റിന് വേണ്ടി അവരകത്ത് ചെയ്തതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും അത് കേരളത്തിൽ അത്യാവശ്യം ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവം അന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇപ്പം നമ്മൾ ആരെയൊക്കെ എത്രമാത്രം വെറുക്കുന്നു എന്ന് പറഞ്ഞാലും ചിലരുടെ ചില അവസ്ഥകൾ കാണാൻ നേരത്ത് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം അന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദില നൂറയുടെ ആ ഒരു ഫേസും അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ ആ ഒരു സാഹചര്യം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അവർ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിഷമം തോന്നി. അതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ റിയലായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഈ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിയുടെ വീടിൻ്റെ ഇനാഗുറേഷൻ എന്തോ പരിപാടി, ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ പുള്ളി ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സിനിമാക്കാരുണ്ടായിരുന്നു, ഈ ബിഗ് ബോസിലെ താരങ്ങളുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആദില നൂറ എന്നീ 2 പേര് ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ആളുകൾ ഈ സമയത്ത് അവർ വിളിക്കാത്തൊരു പരിപാടിക്ക് വലിഞ്ഞേറി പോയതാണെന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പുള്ളി ക്ഷണിച്ചിട്ടുണ്ടായാലായിരിക്കും ചിലപ്പോൾ പുള്ളിയുടെ ഈ ഒരു ഇവൻ്റ് ആരാണോ മാനേജ് ചെയ്യുന്നത് അവരുടെ ക്ഷണം കിട്ടിയിട്ട് തന്നെ ആയിരിക്കും ഈ 2 വ്യക്തികൾ അവിടെ പോയത്. അപ്പോൾ പോയി ഫോട്ടോ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവർ പോയതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ആളുകളെ ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് കുറേ ആളുകളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. കൂടുതലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പം വന്ന് വിമർശിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത്. ആ പോസ്റ്റിൻ്റെ അടിയിൽ അങ്ങനെയുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പുള്ളിയുടെ പോസ്റ്റിൻ്റെ അടിയിലുള്ള ഓരോ കമൻസ് കാണാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യത്തെ എത്രമാത്രം അടിച്ചമർത്തുന്നോ അത് പൊട്ടിത്തെറിക്കുമെന്ന് വെച്ചാൽ ബോംബല്ല കേട്ടോ, ഞാൻ ആ ഒരു പൊട്ടിത്തെറിയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം LGBTQIA+ കമ്മ്യൂണിറ്റി, അപ്പോൾ ആ കമ്മ്യൂണിറ്റിയോട് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ട്, ചില ആളുകൾക്ക് വെറുപ്പുണ്ട്, ചില ആളുകൾക്ക് സഹതാപമുണ്ട്, അങ്ങനെ പല പല ഫീലിങ്സ് ഉണ്ട്. അതിപ്പോൾ എല്ലാ കാര്യത്തിനോടും നമുക്കുണ്ടാകും. ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന മതം നമുക്കെടുക്കാം. മതത്തിൽ ഹിന്ദുക്കളോട്, ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വികാരങ്ങളെല്ലാം ഉണ്ടാകും. മുസ്ലിമിനോടും സെയിം, ക്രിസ്ത്യാനിയോടും സെയിം, ബുദ്ധന്മാരോടും സെയിം. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് എല്ലാവർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും പല രീതിയിലുള്ള വികാരങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ LGBTQ, ലെസ്ബിയൻസ്, ഗേസ്, ട്രാൻസ്ജെൻഡർ, ബൈസെക്ഷൽ അങ്ങനെയുള്ള ആളുകളോട് നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള വികാരങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഒരു പരിപാടിക്ക്, പ്രത്യേകിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ
അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ എത്രമാത്രം ആ കമ്മ്യൂണിറ്റിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു, അതൊക്കെ അതിൻ്റെയേക്കാൾ തീവ്രമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് പ്രകൃതി തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അടിച്ചമർത്തി ഇത്രയും വലിയൊരു എക്സ്പ്ലോഷറിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അടിച്ചമർത്തുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരും പല രീതിയിൽ കുറേ കമൻറ്റുകൾ, കോൽക്കളി, ചിരട്ട, കത്രികപ്പൂട്ട്, അങ്ങനെ എന്തൊക്കെയാ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ നമ്മൾ അധിക്ഷേപിക്കാറുണ്ട്. പക്ഷെ അധിക്ഷേപിക്കുന്നവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ ഒരു വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഹോർമോണൽ ചേഞ്ചിൻ്റെ അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ആകുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. കാര്യം ഇനി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ പറഞ്ഞ് മാറ്റി ആ ഒരു വെറുപ്പ്, ആ ഒരു ദേഷ്യം അതൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. അത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മതപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേര് ഇതിനെതിരെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫൈസലിൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് പേര് വന്ന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മുക്കേണ്ടി വന്നത്. പുള്ളിയുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കാൻ പാടില്ല. ഈ രണ്ട് വ്യക്തികളെ ക്ഷണിച്ചത് ബിസിനസ്സിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ പുള്ളിയുടെ പോസ്റ്റുകളിൽ ഞാൻ പറഞ്ഞില്ലേ, വരുന്ന ഓരോ കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാര്യം ഞാൻ 2-3 കമൻറ്റ്സ് ഒന്ന് കാണിക്കാം. മതതീവ്ര വിഭാഗത്തെ ഇംപ്രസ് ചെയ്യാൻ പോസ്റ്റ് ഇട്ട ആൾ പോസ്റ്റ് മുക്കി ഓടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇൻഫ്ലുവൻസറിനെ വെച്ച് മാർക്കറ്റ് ചെയ്തപ്പോൾ പോലും മാപ്പ് പറയാത്ത ഇക്ക സ്വത്വബോധം കൂടിപ്പോയി 2 പാവം കുട്ടികളെ വിളിച്ച് വീട്ടിൽ വരുത്തി അപമാനിച്ചു. നാണമില്ലേ ഊളെ. ഇത് ഷഹീന പി ഇട്ടേക്കുന്ന ഒരു കമൻ്റാണ്. നിങ്ങൾക്ക് അവരെ താല്പര്യമില്ലെങ്കിൽ വിളിക്കാതിരിക്കാമായിരുന്നു. വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടത് ശരിയായില്ല. ഞാൻ അറിയാതെയാണ് അവർ വന്നത് എന്ന് കൊണയടിക്കാതെ കാക്ക. പണം മാത്രം പോരാ, മാന്യതയും വേണം. സിയാദ് പയോന. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ് താനൊരു സ്വയം പൊങ്ങി പ്രാഞ്ചിയാണെന്ന്. അത് ആ കുട്ടികളുടെ കാര്യത്തിലും മനസ്സിലായി. അവരോട് തീരെ താല്പര്യമില്ല എന്നാലും വിളിച്ചു വരുത്തി അപമാനിച്ചിലൂടെ തൻ്റെ നിലവാരം മനസ്സിലായി. സമീർ CM. സമ്പത്തുണ്ടെന്ന് വെച്ച് നിലവാരം ഉണ്ടാകണമെന്നില്ല. മലബാർ ഗോൾഡ് ഫൈസിലക്കയുടെ പുതിയ വീട്ടിൽ പാലുകാച്ചലിന് 2 മാലാഖമാർ എത്തി. അതിലെന്ന് പറയും ഫൈസലിക്ക നിർവൃതി കൊണ്ട് കളകള പുളകിതനായി. ഫൈസലിൻ്റെ മലബാർ ഗോൾഡ് ബിസിനസ് ഇവരെ പോലെ കല്യാണം കഴിക്കാൻ നടക്കുന്നവർ കൊണ്ടല്ല, മറിച്ച് കല്യാണം കഴിക്കുന്ന ആണും പെണ്ണുമായ കപ്പിൾസ് കൊണ്ടാണ് ബിസിനസ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ രീതിയിൽ കമൻറ്റ് മുക്കി. ഒമർ എ തച്ചാനാറ്റുകര കര. പിന്നെ അങ്ങനെ ഒരുപാട് കമൻറ്റ്സ്. തീവ്രവാദി വേണം, കൊണ്ടുപോടാ നിൻ്റെ, വേണ്ട ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചോ, ഞാൻ കൊടുത്തേക്കാം. അൻവർ സദാത്ത്. ഷാഫി മെപ്പയ്യൂർ 2 പെൺകുട്ടികൾ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് ഇന്നലെ ഇട്ട പോസ്റ്റ് മുക്കിയല്ലോ. മണിക്കൂറുകൾക്കിടയിൽ നിലപാടുകൾ മാറി മറിയുന്നു. PR-നെ വെച്ച് റീച്ച് കൂട്ടാൻ നോക്കി നല്ല രീതിയിൽ മൂഞ്ചി. വാളിലുള്ളപ്പോഴേക്കാൾ ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കപ്പെടുക അത് തൂക്കപ്പെടുമ്പോഴാണ്. ശരിയാ, തൂക്കപ്പെട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് സംസാരം വരുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ചെയ്തത് വളരെ മോശമായി പോയി. ലേശം ഉളുപ്പ്, വിളിച്ചു വരുത്തി അപമാനിക്കലോ നിങ്ങളുടെ പ്രവൃത്തി മിസ്റ്റർ അഷിഖ് ബായ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ, കൂടുതലും ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ പോസ്റ്റുകളൊക്കെ കണ്ടത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം അപ്പോൾ ഒരിക്കലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇതിനെതിരൊന്നും അല്ലടെ, അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞ് പരത്തുന്നതാണ്. LGBTQ+ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും എല്ലാം ഉണ്ട്. അതുപോലെ ഇവരെ എതിർക്കുന്നവരും ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും എല്ലാം ഉണ്ട്. അപ്പം മതപരമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമാണ് ഇവരെ എതിർക്കുന്നതെന്നുള്ള ഒരു തോട്ട് അത് എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു, അത് സമൂഹത്തിലും ഉണ്ട്. അതെടുത്ത് വലിച്ചെറിയുക. മുസ്ലിങ്ങളിലും നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ചിന്താശേഷിയുള്ള വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള പോലെ തന്നെ കൂടുതലാണ്. അപ്പം അവർ മതപരമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ചീപ്പായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് തോന്നുന്നു. ഐ റെസ്പെക്റ്റ്, അവരെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇനി ആദില നൂറയുടെ കാര്യത്തിലേക്ക് വരാം. ഇവരുടെ മാതാപിതാക്കളെ നാണം കെടുത്താൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരെയൊക്കെ ധിക്കരിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പോസ്റ്റിൽ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഈ ആദില നൂറ തന്നെ ഇവരുടെ മാതാപിതാക്കളെക്കുറിച്ചും ഇവരുടെ ബന്ധുക്കളെക്കുറിച്ചും പറഞ്ഞേക്കുന്ന കുറേ ക്ലിപ്പിംഗ്സ് ഒക്കെ യൂട്യൂബിൽ കിട്ടും, നിങ്ങളൊന്ന് കയറി നോക്കണം. മാതാപിതാക്കളുടെ ആ ഭാഗം മാത്രം കേട്ടാൽ പോരാ, ഇവർക്ക് എന്താണ് ഉണ്ടായേക്കുന്നത്, ഇവരെന്താണ് അനുഭവിച്ചേക്കുന്നത് അതുകൂടി മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം. കാര്യം സ്വന്തം പിതാവിൽ നിന്ന് പോലും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. കൊച്ചാപ്പയിൽ നിന്ന് പോലും, കൊച്ചാപ്പയോ വല്യാപ്പയോ ആരോ
അവരിൽ നിന്ന് പോലും നിൻ്റെയൊക്കെ ഈ പ്രശ്നം ഒരു സെക്ഷൽ പെനട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും, അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ സ്വന്തം ബന്ധുക്കൾ വന്ന് പോലും പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധുക്കളെയും ആ ആളുകളെയും ആ വീട്ടുകാരെയും എങ്ങനെ ഇവർ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ബഹുമാനിക്കണമെന്നാണ് ഈ പോസ്റ്റ് ഇട്ട മുതലാളി ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മീഡിയാസ് വഴി കണ്ട കാര്യങ്ങളൊക്കെ ഉള്ളു. സംഭവം ഫേസ് ചെയ്തേക്കുന്നത് അവരാണ്. അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നി, അവർക്ക് ജീവിക്കണമെന്ന് തോന്നി, അവർ ജീവിക്കട്ടെ. ഇനിയിപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ നമുക്കെന്നല്ല ആർക്കും പറ്റത്തില്ല. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ഉണ്ടാകും. അപ്പം പിന്നെ ഇവർ സമൂഹത്തിൽ തെറ്റായ മെസ്സേജ് കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ മെസ്സേജും കൊടുത്തിട്ടില്ല. ഇവർ 2 ലെസ്ബിയൻസ് എങ്ങനെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാം എന്ന് മാത്രമാണ് ഇവർ കാണിച്ചു തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇവർ മോശമായിട്ടൊരു കാര്യം ചെയ്തു എന്നൊന്നും എനിക്കിതുവരെ പേഴ്സണലി തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള നാദിറയല്ലായിരുന്നു. അപ്പോൾ നാദിറ അവരൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്, മോശമായിട്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഈ മോശമായിട്ട് ജീവിക്കുന്ന ആളുകൾ നോർമലായിട്ടുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിലില്ലേ? LGBTക്കാരിൽ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും സമൂഹത്തിൽ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. മോശമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളില്ലേ? എല്ലാ ആണുങ്ങളും സമൂഹത്തിൽ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. മോശമായിട്ട് ജീവിക്കുന്നവരില്ലേ? അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകും മോശമായിട്ട് ജീവിക്കുന്നവരും മാന്യമായിട്ട് ജീവിക്കുന്നവരും. അപ്പം അതും കൂടി മനസ്സിൽ വച്ചുകൊണ്ട് ട്രോളാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുക. പിന്നെ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ സിനിമ റിലേറ്റഡ് അല്ലാത്തൊരു കണ്ടൻറ്റ് ഇപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് വേണ്ടേ അതും കൂടി കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.